2 വർഷമായിട്ട് അച്ഛൻ എൻ്റെ കൂടെ താമസം. അച്ഛൻ ഡയബറ്റിക് ആയിരുന്നു. ഫ്ലാറ്റിലായിരുന്നു. അച്ഛൻ അമ്മയും. അപ്പോൾ അച്ഛൻ്റെ കൂടെ അമ്മ വേണമല്ലോ. അപ്പോൾ അച്ഛൻ്റെ ഗ്രാജുവലി ഈ ഡയബറ്റിക് അതിൻ്റെ പ്രോസസ്സ് അറിയാലോ. കട്ട് ചെയ്ത് കാലിൻ്റെ ഓരോ പോർഷൻസ് കട്ട് ചെയ്ത് ഒരു കാല് കട്ട് ചെയ്ത് അത് ഹീലായി പിന്നെ കട്ട് ചെയ്ത് ഇപ്പോൾ 2 വർഷമായിട്ട് ഇങ്ങനെ ഗ്രാജുവലി ഒരു 2 months കൂടുമ്പോൾ സർജറി ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയുള്ള ഒരു പ്രോസസ്സായിരുന്നു. അച്ഛനിങ്ങനെ വീക്കായി വരുന്നത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മരിക്കുന്നതിന് മുൻപുള്ള ആ പ്രോസസ്സാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഐ ഓൾറെഡി ന്യൂ, മനസ്സിലായോ, ഹി വുഡ് ഡൈ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓൾറെഡി ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മരിച്ചു കഴിയുമ്പോൾ ആക്ച്വലി ഐ ഗോട്ട് റിലീവ്ഡ്. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അങ്ങനെയുള്ള അച്ഛനെ കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് അച്ഛനെ ബുദ്ധിമുട്ടാണ് കാണുന്ന. പക്ഷെ അമ്മയ്ക്കൊന്നും ഞാൻ എടുക്കുന്ന പോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലായിരിക്കും. പിന്നെ എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ICUലായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടതായിരുന്നു, കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഞാൻ ഇരുത്താണല്ലോ എപ്പോഴും. കൂടുതൽ സമയം ഞാൻ ഒറ്റയ്ക്കിലിരിക്കുന്നത്, റൂമിലിരിക്കില്ലായിരുന്നു. അപ്പം പക്ഷെ അന്ന് പിന്നെ അച്ഛൻ സേവായി. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അച്ഛൻ മരിക്കുന്നതിന് നന്നായി ടൈം സ്പെൻഡ് ചെയ്ത് കൂടുതൽ സംസാരിച്ച് കുറച്ചും കൂടി. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ മരിച്ചപ്പോൾ അത്ര റിഗ്രറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ടായേനെ. അങ്ങനെ പിന്നെ അതിനുശേഷം ഞാനത് ഉൾക്കൊണ്ടിട്ടില്ല. ചില കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ അങ്ങനെ വിടുന്നത് നല്ലത്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ചിന്തിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഈ നമ്മുടെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെ, ഇത് ഇപ്പോഴത്തെ കാര്യമല്ലേ പറയുന്നത്, അച്ഛൻ മരിച്ചത് എനിക്ക് ആരും അറിയുന്ന ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഇൻഡസ്ട്രി മുഴുവൻ അതെങ്ങനെ അറിയാമെന്നറിയോ? എൻ്റെ ഒരു കസിൻ ഉണ്ട്, അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ. പുള്ളി അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഭയങ്കര എസ്സേ പോലെ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ട് പേപ്പർ കൊടുത്തു. അങ്ങനെ കുറേ എഡിഷനിൽ ഇത് പോയി. ഇതാരോ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് എനിക്കിഷ്ടമല്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ആൾക്കാർ അറിയുന്നത്. അതിൻ്റെ സന്തോഷമായി കഴിഞ്ഞാലും എൻ്റെ സങ്കടമായി കഴിഞ്ഞാലും. അപ്പോൾ അതെനിക്ക് അങ്ങനെ പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ പേര് എന്നെ വിളിച്ച്. അത് എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. ഞാൻ തന്നെ റിവ്യൂസിൽ തൂക്കി വിട്ട ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡും. അപ്പോൾ ആൾക്കാർ ഇത്രയും പേര് നമ്മളെ അക്നോളജ് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ വെക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ ബാഡാണെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിളിച്ചു അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ വരണമെന്ന് ചോദിച്ചു, എന്തെങ്കിലും ആവശ്യം പറയണമെന്ന് പറഞ്ഞാൽ അത് 1-2 പേരൊന്നല്ല, 100 കണക്കിന് ആൾക്കാർ മെസ്സേജ്. ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് നമ്മൾ അറിയുന്ന ഒരാളുടെ പേര് പറയുമ്പോൾ നമ്മളെല്ലാവരും അറിയുന്ന അത് പുള്ളിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ പറഞ്ഞാൽ നല്ലതല്ലേ? ഷൈൻ ടോം. പുള്ളി ഒരു സെന്റൻസ് മുഴുവൻ ഇട്ടു. കാരണം പുള്ളിയുടെ അച്ഛൻ ഇപ്പോൾ അടുത്തല്ലേ മരിച്ചേ. അച്ഛൻ മരിക്കുന്ന വേദന എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു സാധനം ഇട്ടു. ഭയങ്കര ഇപ്പം ആൾക്കാർ അപ്പൊ ഞാനത് ശരിക്കും. കാരണം ഷൈൻ ടോം നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഞാൻ എപ്പോഴും ഈ സാധനം ഞാൻ ഒരു അറിയാവുന്ന വ്യക്തിയാണ്. മാത്രമല്ല പുള്ളി എനിക്കെതിരെ കുറേ ബൈറ്റ്സ് കൊടുത്തുള്ള ആളാണ്. പക്ഷെ അങ്ങനെ കുറേ പേര് പിന്നെ ഭയങ്കര ഹയർ പൊസിഷനിൽ നിൽക്കുന്ന മീഡിയ പേഴ്സൺസ്, അപ്പോൾ ഇവരൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നും എന്നെ അറിയാമെന്നുള്ള പോലെ ഞാൻ എപ്പോഴാണ് അറിയുന്നത്, മനസ്സിലായില്ലേ? പിന്നെ പൊളിറ്റീഷ്യൻസ്, ഫോർ എക്സാമ്പിൾ അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമ്മളെ സഹാക്കളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉള്ളത്, DYFIയുടെ ഒക്കെ. അപ്പോൾ അങ്ങനെ ഞാനത് പിന്നെ എനിക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി. നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് ആളുകൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴേ എനിക്ക് അച്ഛൻ മരിച്ചത് കാരണം സോഷ്യൽ മീഡിയയിൽ എന്താ വെച്ചാൽ എസ്പെഷ്യലി ഫേസ്ബുക്കിലേ ഇവരത് ആ രീതിയിലല്ല. അവർ കുറേ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, ഇതാണ് ഇവന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ തെറി പറയണല്ലോ. എനിക്ക് പെട്ടെന്ന് വല്ലാതായിരുന്നു. ഞാനത് പറയണ്ടെന്ന് പറഞ്ഞു. ഇത് ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അശ്വന്തിന്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് ഈ സിനിമാക്കാർ രക്ഷപ്പെട്ടു. അതെ അത് തന്നെ ഒരുപാട് കമന്റ്സ് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അതെനിക്ക് ഭയങ്കര ഒരു വല്ലാണ്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. എനിക്കറിയാം. അത് തന്നെ ലാലേട്ടന്റെ വൃഷഭ സമയത്ത് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇപ്പോഴും വൃഷഭേന്റെ റിവ്യൂ മിസ് ചെയ്യുന്നത് പറഞ്ഞ എൻ്റെ അച്ഛൻ മരിച്ചത് അറിയാം, എന്നിട്ടും വൃഷഭേന്റെ റിവ്യൂ മിസ് ചെയ്യുന്നത് പറഞ്ഞ ആൾക്കാർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ മരിച്ച ഉടനെ തന്നെ വന്ന് ഞാൻ ഈ വേഷം കിട്ടി റിവ്യൂ ചെയ്യുന്നത് ഒരു ഔചിത്യമല്ലല്ലോ. നമ്മളൊരു ഇതായി പോലെ. അതിനുശേഷം അച്ഛൻ മരിച്ച ശേഷം ആദ്യം കണ്ട സിനിമ സർവമായ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കണ്ടത്. അപ്പോഴേ ആൾക്കാരൊക്കെ അറിഞ്ഞ്. പിന്നെ അതിന് മുൻപ് ഞാൻ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ചെയ്ത വീഡിയോ ശ്രീനിവാസൻ സാറ് മരിച്ച വീഡിയോ, അതിനെക്കുറിച്ചുള്ള ധ്യാനം എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മൾ തുല്യ ദുഃഖിതരായില്ലേ എന്ന് പറഞ്ഞിട്ട്, സാറില്ല ബ്രോ സ്ട്രോങ് ആയി നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ശ്രീനിവാസൻ സാറ് മരിച്ച സമയത്ത് ഞാൻ ധ്യാനം മെസ്സേജ് ഉണ്ടായിരുന്നു.
കുറച്ച് ദിവസം കേട്ടാ ഞാൻ പുള്ളി പറയുന്നത്. അപ്പം അങ്ങനെയാ. അപ്പം നമ്മൾ പുറമെ കാണുന്ന പോലെയോ നമ്മൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ പല കാര്യങ്ങളിലും ആളുകൾ നമ്മളെ സീരിയസ് ആയിട്ടും വളരെ എമ്പതറ്റിക്കലി എടുക്കുന്ന ആൾക്കാരുണ്ട്. രാഷ്ട്രീയം എന്താണ്? ഞാൻ പഠിക്കുന്ന സമയത്ത് UC ഒക്കെ ആയിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലൊക്കെ ആയിരുന്നു. പിന്നെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട്, SFIക്ക് വേണ്ടി. പിന്നെ നാട്ടിൽ ഞാൻ ഈ പറഞ്ഞ ഇൻട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് DYFIയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും അന്നും ഇന്നും CPM തന്നെയാണ്. ഓക്കെ. ഈ ആദ്യം നമ്മുടെ ഇന്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് പറയുന്നത് സിനിമയെ 4 തട്ടായിട്ടാണ് ഞാൻ തിരിക്കുന്നത്. അത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഒന്ന് മസ്റ്റ് വാച്ച് ആൻഡ് അറ്റ് ദ ഏർലിയസ്റ്റ്, പെട്ടെന്ന് തന്നെ പോയി കാണണം. എക്സാമ്പിൾ ഇപ്പോൾ ബിഗ് എംസിൻ്റെ പടങ്ങൾ, ഇപ്പോൾ ഇതരഭാഷ ചിത്രങ്ങളാണെങ്കിൽ ഹ്യൂജ് സിനിമ, ബ്രഹ്മാണ്ഡ പ്ലസ് ഹൈപ്പ്, അത് ഞാൻ എന്തായാലും കണ്ടിരിക്കും. വാട്ട് ഓ ഹാപ്പൻസ് ഞാൻ കണ്ടിരിക്കും. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമകൾ, മനസ്സിലായില്ലേ? അതെല്ലാവരും പോയി കാണുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറി എല്ലാവരും പോയി കാണും. അതിനാണ് ടിക്കറ്റ് കിട്ടാതാവുന്നതും വൻ ഹൈപ്പ് വരുന്നതും FDFS വൻ പരിപാടിയും നടക്കുന്നത്. രണ്ടാമത്തത് എന്തായാലും എനിക്ക് തിയേറ്ററിൽ നിന്ന് കാണണം എന്നുള്ള സിനിമ. ആ സിനിമകൾ ഞാൻ പോയി കാണും. പക്ഷെ അത് ഞാൻ റഷ് ചെയ്യില്ല. അത് ചിലപ്പോൾ ഞാൻ ഉച്ചക്കായിരിക്കും കാണുന്നത്, ചിലപ്പോൾ രാവിലെ കണ്ട ഞാൻ ഉച്ചയ്ക്ക് റിവ്യൂ ഇടും, ചിലപ്പോൾ രാത്രിയായിരിക്കും ഇടുന്നത്. അത് എൻ്റെ അത് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൂ, ഞാൻ റഷ് ചെയ്യില്ല. മൂന്നാമത്തത് ആളും തരം നോക്കി കാണുന്ന സിനിമകൾ. അതായത് ആ സിനിമയുടെ പ്രൊഡക്ഷൻ ചിലപ്പോൾ ഒരു ഫാക്ടറായിരിക്കും, ഡയറക്ടർ ചിലപ്പോൾ ഒരു ഫാക്ടറായിരിക്കും, അതിലെ ആക്ടർ ഒരു ഫാക്ടറായിരിക്കും, റൈറ്റർ ഒരു ഫാക്ടറായിരിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒരു ഫാക്ടർ എനിക്ക് കാണണം എന്നുള്ള ഉണ്ടെങ്കിൽ, ഇപ്പം ധ്യാൻ്റെ സിനിമ ഞാൻ എല്ലാം പോയി കാണും. കാരണം എനിക്ക് ധ്യാൻ്റെ സിനിമ റിവ്യൂ പറയാനുള്ള ഇഷ്ടമാണ്, അത് കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ധ്യാൻ്റെ പടത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനോ റൈറ്ററോ ഡയറക്ടറോ മറ്റ് ആക്ടേഴ്സ് ഒന്നും നോക്കില്ല, ഞാൻ ക്യാമിയോയിലും മതി, ഞാൻ പോയി കാണാം. എന്നിട്ട് ചില സിനിമകളുണ്ടല്ലോ ധ്യാനുള്ളത് മറച്ചു വെക്കും. അപ്പോൾ ധ്യാനുള്ള അറിയില്ലല്ലോ. അപ്പം അങ്ങനെ 2 ദിവസം ഓട്ടം വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ധ്യാനുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പോയി കാണും. ധ്യാൻ തന്നെ അറിയാം എൻ്റെ പരിപാടി. എന്നിട്ട് അത് പിന്നെ ചിലപ്പം MA നിഷാദിൻ്റെ പടം പോയി കാണും. പുള്ളിയുടെ ഒരു പടം കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര പ്രയാസമായി തോന്നുന്നു, പുള്ളി ഡയറക്റ്റ് ചെയ്ത പടം. കാരണം പുള്ളി ഒരു ഡയറക്ടർ മാത്രമല്ലോ, പുള്ളി ഒരു അറിയപ്പെടുന്ന ഒരാളല്ലേ, നടനാണ്, പിന്നെ ആക്ടിവിസ്റ്റ് ആണ്. അപ്പോൾ MA നിഷാദിൻ്റെ പടം ഞാൻ കാണണമല്ലോ. പിന്നെ ഈവൻ മ്യൂസിക് ഡയറക്ടർ, ഇപ്പോൾ സുഷിൻ ശ്യാം മ്യൂസിക് ചെയ്യുന്നൊരു പടം ആണെങ്കിൽ അത് വേറെ സുഷിൻ ശ്യാമിൻ്റെ പേര് ഉണ്ടാവും, ഞാൻ പോയി കാണും. കാരണം സുഷിൻ ശ്യാം അത്ര ഒരു പടമല്ലേ പിക്ക് ചെയ്യുള്ളൂ. അങ്ങനെ കുറേ ഇപ്പോൾ AR റഹ്മാൻ മ്യൂസിക് ചെയ്യുന്ന പടം, കഴിഞ്ഞ ദിവസം ഇറങ്ങിയൊരു പടമുണ്ട്, പിന്നെ പേര് മറന്നു, നമ്മുടെ വിജയ് സേതുപതിയും അരവിന്ദ് സമീകരൻ, ഗാന്ധി ടോക്സ്. അത് പണ്ടങ്ങ് ഇറങ്ങിയ സിനിമയാണ്, ഫെസ്റ്റിവലിലങ്ങ് ഇറങ്ങിയ സിനിമ. പക്ഷെ ഞാൻ കാണണമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ വിട്ടുപോയല്ല, ആളില്ല.